ഞാൻ ഇതാ മൊത്തത്തിൽ മൂഞ്ചി ഇതാ എല്ലാത്തിന്റെയും ആരിലോ കണ്ണുകടി ഉണ്ടായിരുന്നു തോന്നടാ. എനക്ക് തോന്നുന്നു കണ്ണുകടിയാണിത്. എന്റെ എല്ലാം പോയടാ. ദുബായിലുള്ളതും നാട്ടിലുള്ളതും എല്ലാം പോയി. ഫ്ലാഷ് ബാക്ക്. ഞാൻ മൊത്തം ഒരു വലിയ റിസ്ക് എടുത്തിട്ട് ഞാൻ കോയിനിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. കാരണം ആ കോയിൻ മുകളിലേക്ക് പോകുന്ന അത്രയും ഉറപ്പ് എനിക്ക് കിട്ടി. നാശത്തിലേക്കാ നിങ്ങൾ പോകുന്നത്. അത് ഞങ്ങൾ അങ്ങ് സഹിച്ചു. ഇല്ല ഡോജ് കോയിൻ ആവാം അല്ലാതിരിക്കാം. അത് ഞാൻ പറയില്ല ഏത് കോയിനാ ഞാൻ പറയില്ല. പിന്നെ നിങ്ങളെല്ലാം ഇൻവെസ്റ്റ് ചെയ്തേ പിന്നെ ഞാൻ എന്താവും അങ്ങനെ കുറെ ആൾക്കാർ ഇതിൽ വന്നാ ഇതാവും ചിലപ്പോ. മനുഷ്യൻ ഇത്ര ആക്രാന്തം പാടില്ല. ഇല്ല അങ്ങനെ ട്രാഷ് ഇതാവൂല നഷ്ടം വരൂല. ഉറപ്പായിട്ട് നഷ്ടം വരൂല. ഇതിന്റെ കോൺഫിഡൻസ് അല്ല, അഹങ്കാരം. എക്സ്പീരിയൻസ് ഇല്ലാതെ സീനാണ് നീ മോനെ. അറിയാല ഇൻസൾട്ട് ചെയ്യണേ മോളെ. ഞാൻ ഒന്ന് ചിന്തിക്കാതെ ചെയ്യൂല. ഞാൻ അത്രക്ക് പൊട്ടനൊന്നല്ല. നിനക്കൊരു വിചാരമുണ്ട് നീ ഭയങ്കര ബോൾഡ് ആണെന്ന്. ബോൾഡ് അല്ല, ബോൾട്ടാണ്. ബോൾഡ്. ജീവിതത്തിൽ റിസ്ക് എടുത്താൽ എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റും. ഞാൻ അത് ചിന്തിക്കണം. റിസ്ക് എടുക്കണം ജീവിതത്തിൽ, മനസ്സിലാ. അല്ലെങ്കിൽ ഇങ്ങനെ ഭൂമി കുത്തിയിരിക്കും. നിർത്തിയങ്ങ് അവമാനിക്കുവാണെന്ന്. മോനെ 2-3 മാസം കൊണ്ട് ഞാൻ മൾട്ടി മില്യണർ ആകാൻ പോയത്. ക്രിപ്റ്റോയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ നല്ലോണം പഠിക്കുക. നല്ലോണം പഠിച്ചിട്ട് മാത്രം ചെയ്യുക. ഓക്കെ. എന്ത് പറ്റി രമണ? ഞാൻ ഇതാ മൊത്തത്തിൽ മൂഞ്ചി ഇതാ എല്ലാത്തിന്റെയും ആരിലോ കണ്ണുകടി ഉണ്ടായിരുന്നു തോന്നടാ. എനക്ക് തോന്നുന്നു കണ്ണുകടിയാണിത്. അലാക്കിന്റെ ചൈനീസ് കോയിൻ, ആഫ്രിക്കൻ കോയിൻ, വല്ല ബിറ്റ് കോയിനിലോ അങ്ങനെ എവിടെങ്കിലും പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്താൽ മതിയാനും. നിനക്കിത് വേണം. നീ എന്റെ മുമ്പിൽ കിടന്ന് വിലസിയില്ലേ? എന്തൊക്കെയാ നീ പറഞ്ഞത്? ജീവിതത്തിൽ റിസ്ക് എടുത്താൽ എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റും. ഞാൻ അത് ചിന്തിക്കണം. റിസ്ക് എടുക്കണം ജീവിതത്തിൽ, മനസ്സിലാ. അല്ലെങ്കിൽ ഇങ്ങനെ ഭൂമി കുത്തിയിരിക്കും. മോനെ 2-3 മാസം കൊണ്ട് ഞാൻ മൾട്ടി മില്യണർ ആകാൻ പോയത്. എല്ലാരും കൂടെ ശവത്തി കുത്താടാ. ഇന്ന് ഞാനിത് ഒരു ഐഡിയ ഇല്ലാണ്ട് ഇത് ചെയ്തതാണെടാ. അതാണ് ഞാൻ ഒരു ഐഡിയ ഇല്ലാണ്ട് ഒരാഴ്ചത്തെ റിസർച്ചും കൊണ്ടാണ് ഇത് ചെയ്തത്. ഈ കാര്യത്തിൽ എനിക്ക് നിന്നോട് യാതൊരു സഹതാപവും ഇല്ല. അത്രയ്ക്ക് നീ ഇവിടെ കിടന്ന് അഹങ്കരിച്ചില്ലേ? ഇത് വലിയ അത്യാഗ്രഹം മുത്തിട്ട് ഞാൻ മണ്ടത്തരം കാണിച്ചേന്ന്. മരമണ്ടത്തരം ഞാൻ കാണിച്ചേന്ന്. എന്നാ പിന്നോനെ കിട്ടണ്ട തന്നെയാ. എനക്ക് പോയതിന്റെ പകുതിയെങ്കിലും എനിക്ക് തിരിച്ചു കിട്ടിയാൽ മതി. ഇതാണ് ഇപ്പൊ തന്റെ അവസ്ഥ. ഞാൻ രാവിലെ മുതൽ കോയിനെ വെയിലത്ത് അയച്ചിട്ട പോലെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത്. കണ്ണുകടിയും ഇതുവല്ല ഉണ്ടായിക്കൊണ്ടിരിക്കുമെങ്കിലും എനക്കറിയാം. എനക്ക് മാത്രം എങ്ങനെ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരുന്ന എനിക്ക് മനസ്സിലാവുന്നില്ല. അയ്യോ പോട്ടെ. വേറെ ആർക്കും കാണുന്നില്ലല്ലോ. ഒന്ന് കഴിഞ്ഞ് അടുത്ത കേസ് കഴിഞ്ഞ് അടുത്ത കഴിഞ്ഞ് ഇനി അടുത്ത ഇത് കഴിഞ്ഞ് ഇനി അടുത്തോം പേരായിരിക്കും. ഇനി വിഷമിച്ചിട്ട് കാര്യമില്ല, വരാനുള്ളത് വഴി തങ്ങില്ല. ഇതങ്ങനെയല്ലല്ലോ, വരാതെ പോയതിനെ ഫ്ലിപ്കാർട്ടിലൂടെ ഓർഡർ ചെയ്ത് വരുത്തിയതല്ലേ. ബാങ്ക് ബാലൻസ് ഇനിയിപ്പോ ബാങ്ക് ബാലൻസ് കാണിച്ചിട്ട് കാര്യമില്ല. കാണിച്ചാലും ഇതിലൊന്നുമില്ല.